കഞ്ചാവും മെത്താഫിറ്റമിനും കടത്തിക്കൊണ്ടുവന്ന 2 യുവാക്കളെയും ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കുകളും ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവും പിടികൂടി. 2 ബൈക്കുകളിലായി മയക്കുമരുന്നുകളുമായി വന്ന റമീസ്, മുൻ കാപ്പ കേസിലെ ടി അജ്മൽ ഷായും കടത്തിക്കൊണ്ടുവന്ന 4 കിലോ 920 ഗ്രാം മെത്താഫിറ്റമിൻ, 45 ഗ്രാം കഞ്ചാവ് എന്നിവയാണ് പിടിച്ചെടുത്തത്. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിൽ പതാരം, തൊടിയൂർ, തഴവ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കുകളും കസ്റ്റഡിയിലെടുത്തു. റമീസ് മുൻ കാപ്പ കേസിലെ പ്രതിയും അജ്മൽ ഷായും റമീസും മുൻ മേജർ NDPS കേസിലെ പ്രതികളാണ്. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് പാർട്ടി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 4.934 ഗ്രാം മെത്താംഫിറ്റമിൻ, 2 ബൈക്ക് എന്നിവ കണ്ടെത്തിയിട്ടുള്ളതാണ്. മുൻ NDPS കേസിലെ പ്രതിയായ അജ്മൽ ഷായെയാണ് ആദ്യമേ കസ്റ്റഡിയിലെടുത്തത്. ടിയാൻ തൊട്ട അടുത്ത സമയത്ത് തന്നെ റിമാൻഡ് ആയതിൻ്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയ പ്രതിയാണ്. വീണ്ടും ഈ മയക്കുമരുന്ന് വിപണനം ചെയ്തു വരികയാണ്. ടിയാനെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ടിയാനിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മുൻ അബ്കാരി കേസ് പ്രതിയും മുൻ NDPS കേസ് പ്രതിയും കാപ്പ കേസിലേക്ക് പ്രതിയുമായ കുപ്രസിദ്ധ ഗുണ്ടയും ഒക്കെയായ റമീസ്, കൊത്തിപ്പൊടി റമീസ് എന്നാണ് വിളിപ്പേര്, കൊത്തിപ്പൊടി റമീസ് എന്ന് പറയുന്നവനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഇവൻ്റെ സഹായിയായ ബിലാൽ, അതൊക്കെ ഇപ്പം പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ 3 പേരെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രതി അനന്തു, അവൻ നമ്മുടെ പാർട്ടിയെ കണ്ടുകൊണ്ട് വാഹനം ഉപേക്ഷിച്ച് ഓടിപ്പോയി. അങ്ങനെ നിലവിൽ 4 പ്രതി, 2 വാഹനം ഉൾപ്പെടെയാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 2 പേര് നിരന്തരം NDPS കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ്. നമ്മുടെ ശാസ്താംകോട്ട റേഞ്ചിൻ്റെ ഭാഗങ്ങളിലുള്ള ഏതെങ്കിലും NDPS സംബന്ധമായിട്ട് ഏതെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഞ്ച് ഓഫീസറെ അറിയിക്കാവുന്നതും തക്കതായ നടപടികൾ റേഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് കൈക്കൊള്ളുന്നതുമാണ്. റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൾ വഹാബ്, പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ് TS, സന്തോഷ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ വിജു, സിഒമാരായ സുജിത് കുമാർ, നിഷാദ്, വിഷ്ണു, അതുൽ, ജിയോ, WCEO ഷിബി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.